Still we are at Kolkata. ഇന്നിപ്പോൾ ഫ്രഷ് ആയിട്ട് എല്ലാവരും ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ വീട്ടിലേക്ക് നമുക്ക് ലഞ്ചിന് ക്ഷണിച്ചിട്ടുണ്ട്. अभी खाने के लिए जा रहे हैं, गाने के लिए जा रहे हैं. വണ്ടിയുടെ അടുത്ത് കിടക്കണാണ്. വണ്ടി പാർക്ക് ചെയ്താണ്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ബസ്സൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ കാണാനൊക്കെ. ലോറിയൊക്കെ കണ്ടില്ലേ? ഇതാണ് അടുത്ത ലോക്കൽ സൈക്കിൾ റിക്ഷ. സൈക്കിൾ ഇവരുടെ ഒരു മെയിൻ സാധനമാണ്. സൈക്കിൾ റിക്ഷ ഇത് മീനുകളാണ്. പഴയ സൈക്കിൾ റിക്ഷ. സ്ഥലത്ത് നോക്കാണ് പാലം. പാലം എന്നാണ് ഈ സ്ഥലത്തിന് പേര്. ഇത് സാധാരണ ഇങ്ങനെയുള്ള കുൽസിതമായ സ്ഥലത്തൊന്നും ഞങ്ങൾ വരാറില്ല. പ്രത്യേകിച്ച് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. സംഭവം എനിക്ക് മനസ്സിലായില്ല. അവിടെ പഞ്ഞിട്ടായിണ്ട്. ഇതാണ് ഈ പ്രാവശ്യമായിട്ട് ലുക്ക് ആയിട്ടാ അറിയാലോ. വാ വിക്ടോറിയ ക്രിപ്റ്റോ. ഇതാണ് എന്താണ് സ്ഥലം ഇഷ്ടപ്പെട്ടില്ല? അതിന്റെ ഒരു മുഖമാണത്. ട്രെയിനിന്റെ ഭാഗമായിരിക്കും. കുറച്ചും കൂടെ ഒരു 6 മണിക്ക് ശേഷമൊക്കെ ഇവിടെ വന്നതാണ് കുറച്ച് നല്ലത്. ഇതാണ് ഇതിന്റെ കഥ. സോറി, ഇത് സമാധാനത്തോടെ ഇന്ന് വായിക്കാം. പൊരി നമ്മളുള്ള സാധനം കൈമുറുക്ക്. ഇടങ്ങേറിയൊക്കെ അപ്പൂസിൻ്റെ ഒപ്പം കൂടിയുണ്ട്. കുട്ടിച്ചാത്തൻ പിടിച്ച് അപ്പൂസിനെ കുട്ടിച്ചാത്തൻ പിടിച്ചിട്ടുണ്ട്. അപ്പൂസിന്റെ കുട്ടിച്ചാത്തൻ. ഇത് താനിപ്പോ കുട്ടിച്ചാത്തൻ പിടിക്കും. ഓ वाला उसके पास है ये दाने पे गुड्डी ज्यादा पिടിക്കും. ഇതാണ് കുട്ടി ചാത്തൻ പിടിച്ച്. ഇതാണ് കുട്ടി ചാത്തൻ പിടിച്ചിട്ടുണ്ട്.
പയ്യനെ കുട്ടിച്ചാത്തന മാന്ത്രികന്മാരെ വന്ന് ഒഴിപ്പിച്ച്. താൻ എവിടെ മറൈൻ ഡ്രൈവിലാണോ? ഫ്ലോട്ടിംഗ് അവിടെ പട്ടിക്ക ബോട്ടിൽ കയറാനുള്ളൊരു ഐഡിയോളജിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് തള്ളുമേ ബാക്കോട്ടു. അത് ഈ ഹെൽമെറ്റ് വന്നിട്ടെ അയാള് ചവിട്ടണ വീഡിയോ ഈ സിനിമയിൽ നടനപ്പ അജുവായി. അവിടെ ചെയ്തു കൈ പിടിച്ച ആ ജാക്കറ്റ് ആ മച്ച അങ്ങടാണ് പോണെന്നുണ്ടെങ്കിൽ നേരത്തെ റോക്കി ബൈൻ്റെ സിദ്ധാൻ പറഞ്ഞ ഷോട്ട് എനിക്ക് കിട്ടും. നമ്മള് ഇപ്പൊ കൊൽക്കട്ടയിലാണുള്ളത്. കൊൽക്കട്ടയിൽ നിന്ന് ബംഗാളിലേക്ക് ഞങ്ങള് ചെറിയൊരു ഇതിൽ പോണ കപ്പലില്. കപ്പലല്ല ഇത് ഒരു G280 സിറ്റിയിലുണ്ട് ഈ ബോട്ട്. അത് കാണുന്നുണ്ട് വൈറ്റ്. അതാ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, ഫ്ലോട്ടിംഗ് ഹോട്ടൽ. ആ വൈറ്റാ അവിടെ കേറാൻ പറ്റുമോ? കേറാൻ പറ്റുമോ അതില്? ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ് ഇതാണ് ആ ഹോട്ടല്. അതാണ് ഇന്ത്യയിലെ ഏക ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. അവിടെ പോയി കഴിഞ്ഞാല് ഫുഡ് കിട്ടും. മീനിന്റെ തല പുഴുങ്ങിയത്. സംഭവം ഇത് കയറി ഇങ്ങനെ വെള്ളത്തിൽ ചുറ്റാനായിട്ട് 500 രൂപയാണ് ഇവർ ചാർജ് ചെയ്യണത്. അരമണിക്കൂറിനാണ് 500 രൂപ എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലത്തിൽ കഞ്ഞിയും ചെമ്മീൻ പൊരിച്ചതും സാധനമൊക്കെ ഉണ്ടാകുന്ന ഒരു ചൂണ്ടയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മൂടാണ് സെറ്റാണ് ഇവിടെ. ഇത് 500 രൂപക്ക് വർത്തൊന്നുമല്ല. നിങ്ങൾ വരുമ്പോ വെറുതെ പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇതുപോലെയൊക്കെ ഇങ്ങനെ കയറി നോക്കാം. കാശ് കളയാ. എങ്ങനെയാ കാശുള്ള ഇവിടെ ഇരുന്നോണ്ട് ഈ ഫീൽ എടുക്കാൻ പറ്റിയില്ലേ? നമ്മുടെ വ്ളോഗ് തെറിയിട്ടില്ല ഇപ്പൊ സമാനായില്ലേ. ഇടയ്ക്ക് വെള്ളി വീഴുമ്പോ ഇതുപോലെ തെറിയേക്കും. അപ്പൊ ഒരു സമാനം കിട്ടും. ജില്ലയിൽ പോവാ. 2 ചെക്കന്മാർ കുറച്ച് ദിവസം എടുത്ത് ജമ്പ് അടിച്ചു. മരിച്ചുപോയി. സൂസൈഡ് ഇല്ല, ഇങ്ങനെ തന്നെ ഫ്രണ്ട്സ്മാർ വന്നിട്ട് ബെറ്റ് വെച്ച് ജമ്പാക്കി. അടിയിൽ അടിച്ചോണ്ടാ, അടി പോയി അടിച്ചോണ്ടാ.
പിന്നെ പോകും. ഇവിടെ തെറ്റിട്ടിരിക്കണൊക്കെ അവിടെ. ഒരു പ്രാവശ്യം കേട്ടുള്ളൂ. ഇവിടെ കൊണ്ട് ഇറക്കി വിടുതോ കേട്ടോ. എടാ, നിന്റെ കളക്ഷൻ മറ്റേ ഉൾക്കാട്ടില് ഊടത്ത കൊൽക്കട്ട. അതിന്റെ അടുത്ത് കൂടെ കൊണ്ടുപോയിക്കും മൂപ്പര്. അങ്ങനുണ്ടത് കൊണ്ടി തുപ്പട്ടെ. അമല ബോട്ടാണ് പോണത്. ചെടിച്ചെടി ഉണ്ടോ കൈ? ആരാ പറഞ്ഞ ചെടിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലെന്ന്? ചെടി നല്ല സുന്ദരമായിട്ട് മൂവിഞ്ഞ. ചില്ലം ആ ചായ മേടിച്ചിട്ട് ഇങ്ങോട്ട് തിരിയണോട്ടാ. ഫ്രണ്ടിലേക്ക് ഇടയ്ക്ക് ഇച്ചിരി ഫ്രണ്ടിലേക്ക് അറിയാം, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ എടുക്കും. ആ അവിടെ നിന്ന് സെന്റർ മുടി ഷോക്കാണ്. ഞാൻ തിരിച്ച് ഷോട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് മുടി റെഡിയാക്കും. അതിനുണ്ട് ചായ നല്ലതാണെങ്കിൽ എല്ലാവർക്കും വലുതൊരു ടേസ്റ്റ് ഉണ്ട്, പക്ഷേ വെള്ളമാണ്, പാലും വെള്ളം. അതോളെ സംഭവം 5 മണി 5:05 ഇവിടെ ഈ നേരവും സന്ധ്യവും. സംഭവം കൊള്ളാം. ഇവർക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല. കിക്കുടു പിള്ളേർ. ട്രാഫിക് എങ്ങനെയുണ്ട് കൊൽക്കട്ടയിലോ? കൊൽക്കട്ടയിലെ ട്രാഫിക് എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മുടെ നാട്ടിലെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഹോണടി നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലാണ് ഈ ഹോണടി എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് സ്റ്റെപ്പടിച്ച് പൊളിക്കും. ഇവിടെ നടക്കൂല, മനസ്സിലായ? ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, ആ ഒരു മനസ്സിലായില്ലേ? അത് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ വണ്ടി എടുക്കുക മൂഞ്ചി പോകും. നമ്മളിവിടെ ഓർഡർ ചെയ്തേക്കുന്നത് ഇത് രണ്ടുമാണ്. 13 and 12. 3-1. Very good.